പിന്നെയാണ് ഞാൻ മിമിക്സ് ഡ്രാമ, മിമിക്സ് ആക്ഷൻ 500, മിമിക്സ് ഡ്രാമ, കോമഡി സിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ കാസറ്റുകൾ നാദർഷയും ദിലീപും ലാൽ ജോസും കൂടി ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ചാർജ് തന്നു. അങ്ങനെയാണോ കൺട്രോളർ? അങ്ങനെ കൺട്രോൾ ചെയ്തപ്പോൾ എന്നോട് ലാലു ഒരു ദിവസം പറഞ്ഞു, ലാൽ ജോസ് പറഞ്ഞു, എടാ നിനക്ക് സിനിമയെ ശ്രദ്ധിക്കാം, നിനക്ക് നീ വിചാരിച്ചാൽ നിനക്ക് സിനിമ രക്ഷപ്പെടാട്ടോ, കയറാൻ കഴിയും. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കയറാം. അന്ന് ലാലു കമൽ സാറിൻ്റെ കൂടെ ഉണ്ട്. ദിലീപ് സിനിമയിലേക്ക് കയറണേ ഉള്ളൂ, ആയിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വിചാരിച്ച നീ വരട്ടെ, ഞാൻ വരുമ്പോൾ പറയാമെന്ന്. അങ്ങനെ ദിലീപ് സ്റ്റാറായി. മാനത്തെ കൊട്ടാരം കഴിഞ്ഞ് സല്ലാപൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഞാൻ ദിലീപിനെ കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞു, എടാ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ. ദിലീപ് പറഞ്ഞു ഞാൻ പറയടാ ആവട്ടെ. ദിലീപാണ് 7 Hours മോഹൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ പടത്തിലേക്കാണ് വിളിച്ചത്, ചുരം. പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് തന്നെ ലേലം നടക്കുന്നത്. ലേലത്തിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഭാഗ്യം. ജോഷി സാർ, രഞ്ജി പണിക്കർ, സുരേഷ് ഏട്ടൻ എത്തിയിരിക്കുന്നു.